ഞാൻ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിൽ പോയി. കരുളായിലും അതേപോലെ തന്നെ പൂക്കോട്ടുംപാടത്തും നിലമ്പൂരിന്റെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ പോയി. നല്ല പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിലൊക്കെ പോലും ഉണ്ടായ ഒരു തുടക്കത്തിലൊരു മന്ദീഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും അതിരാവിലെ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. മാത്രമല്ല, പ്രത്യേകിച്ചും ഇപ്പോൾ SIR ഒക്കെ വന്നതിന് ശേഷം ആളുകൾ വോട്ടർമാരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നത്, അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്നത്, അവരുടെ റൈറ്റ് അവരുപയോഗിക്കണമെന്നത് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആളുകൾ സ്ലിപ്പൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്, പണ്ടില്ലാത്ത പോലെ. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലിയിൽ ലഭിക്കാൻ പോവുകയാണ്. കാരണം ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യത്തെ മത്സരം ഉണ്ടായത് 1965-ലാണ്. 65-ല് ഉണ്ടായ ഈ നിയോജകമണ്ഡലം ഉണ്ടായതിനു ശേഷം ഏറ്റവും ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക്, ഞാൻ പാർലമെന്റ് അല്ല പറയുന്ന, അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. UDF സ്ഥാനാർത്ഥിയായി എനിക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ അത് ആവശ്യമാണ് ഇന്ന് നിലമ്പൂരിലും കേരളത്തിലും എന്ന രൂപത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും വളരെ എന്തായാലും 10 വർഷത്തെ LDF ഭരണം മാറ്റണം. മാത്രമല്ല, നിലമ്പൂരിന്റെ വികസന വളർച്ചയ്ക്ക് കേരളത്തിലും LDF ഭരണം, നിലമ്പൂരിലും കേരളത്തിലും UDF ഭരണം, നിലമ്പൂരിലും UDF ഭരണം എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. എനിക്ക് 8 മാസം മുൻപ് എനിക്ക് ലഭിച്ച അംഗീകാരം, ആ അംഗീകാരം ഞാൻ കൃത്യമായി ഉപയോഗിച്ചു ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി എന്നത് ആളുകൾക്ക് ബോധ്യമാണ്. 200 ദിവസം കൊണ്ട് 200 ചില്ലാനം കോടി രൂപയുടെ പദ്ധതികൾ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതൊക്കെ വളരെ കൃത്യമായി ആളുകൾക്ക് ബോധ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ലഭിക്കുന്ന 5 വർഷം എന്നത് പറയുന്നത് ജനങ്ങൾ വലിയ ആത്മവിശ്വാസമുണ്ട്, അത് വിനിയോഗിക്കാൻ കഴിയും ഈ നാടിന് വേണ്ടി എന്ന വളരെ കൃത്യമായ ബോധ്യം ആളുകൾക്കുണ്ട്. എന്തായാലും ഒരു നല്ല വിജയം, ഞാൻ പറഞ്ഞതുപോലെ ഒരു ചരിത്ര വിജയം. നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിക്കും ലഭിക്കാത്ത ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്.